ആടി മാസ വെറുതെ ഇരിക്കുക, ഒരു ടൈം പാസ്സാക്കാന്ന് വിചാരിച്ചു. എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ സ്വർഗത്തിലാന്നാണ്. പിന്നെ എല്ലാവരും വിചാരിക്കുന്ന വേറൊരു സംഗതി ഞാൻ മുസ്ലിമാണ്. റസൂലുള്ളാഹിയും സഹാബാക്കളും ഈ ഇപ്പം കാണുന്ന ആ സാധനങ്ങളുണ്ടല്ലോ, നമ്മളെ ഈ 21-ാം നൂറ്റാണ്ടിലെ കളവ് പ്രചരിപ്പിച്ചു, കള്ളത്തരം പറഞ്ഞു, അസൂയപ്പാട് കാണിച്ചു, കാണിക്കുന്ന ഒരു സാധനങ്ങളുണ്ടല്ലോ, അതേപോലത്തെ കാലഘട്ടത്തിലായിരുന്നു റസൂലുള്ളാഹി ജീവിച്ചത്. അങ്ങനെ ശല്യം സഹിക്കാൻ കഴിയാതെ അവർ മദീനത്തേക്ക് പോയി. റസൂലുള്ളാഹിയും സഹാബാക്കളും പോയ ചരിത്രങ്ങളെല്ലാം കുറേ ഉണ്ട്, നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. വലിയ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ മദീനത്തെത്തിയപ്പോൾ മദീന നിവാസികൾ എന്താ ചെയ്തതെന്ന് അറിയാം. ഞങ്ങളെ സഹോദരങ്ങൾ വന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് 2 വീടുള്ളവർ ഒരു വീട് വിട്ടുകൊടുത്ത്, 2 തോട്ടമുള്ളവർ ഒരു തോട്ടം വിട്ടുകൊടുത്ത്, 100 ഒട്ടകമുള്ളവർ 50 ഒട്ടകത്തിന് വിട്ടുകൊടുത്ത്, 10 ആടുള്ളവർ 5 ആട്ടിന് വിട്ടുകൊടുത്ത്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്ത്. അവരൊക്കെ മുസ്ലിങ്ങൾ. ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ സ്വർഗത്തിൽ പോകും, ഞങ്ങൾ മുസ്ലിമാണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. സ്വന്തം സഹോദരങ്ങള് കഷ്ടത്തിലായാൽ തിരിഞ്ഞു നോക്കാൻ മനസ്സില്ലാത്തവരും പറയുന്നത് ഞാൻ മുസ്ലിമാണ്. അല്ലാ, സത്യത്തിൽ പറയാലോ, എനിക്ക് അറിയുന്നില്ല, എനിക്ക് ഞാൻ മുസ്ലിമാണോ എന്ന് പറയാൻ എനിക്ക് അർഹത ഉണ്ടോ എന്ന് ഞാൻ വ്യാകുലപ്പെടുന്നത് തന്നെ പറയാം. കാരണം ഞാൻ പഠിച്ച മുസ്ലിമിന, ഞാൻ കേട്ട മുസ്ലിമിന ഞാൻ കണ്ടിട്ടുമില്ല. എനിക്കങ്ങനെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഒരാൾ എന്നോട് പറഞ്ഞ്, ഇപ്പം അടുത്ത ഇസ്മായിലെ നിന്നെ പറ്റിയിട്ട് നല്ല അഭിപ്രായം നാട്ടിലില്ലല്ലോ, എല്ലാവരും നിന്നെ പറ്റി വെടക്കല്ലേ പറയുന്നു. അപ്പം ഞാൻ ചോദിച്ചു അവരോട്, ആ പറഞ്ഞവരോട് നിങ്ങൾ ചോദിക്കണോ, ഇവരെ ആരെയെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ഞാൻ കുടിച്ചണോ എന്ന് ചോദിക്കണം. എന്തിനാ പറയുന്നത്? സുബ്ഹാനല്ലാഹ്, അവര് കല്യാണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ പോലും എനിക്ക് പോകാൻ സമയം കിട്ടിയിട്ടില്ല. അങ്ങനെയും അൽഹംദുലില്ലാഹ് ഒരു വെള്ളം കുടിക്കേണ്ട വന്നിട്ടില്ല. ഒരേ കൂടലിന് വിളിച്ചിട്ടും പോകാൻ വേണ്ടി വന്നിട്ടില്ല. ഞാനൊരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാത്ത വ്യക്തികളാണ്, എനിക്കൊരു ഗ്ലാസ് വെള്ളം പോലും തരാത്ത വ്യക്തികളാണ് പറയുന്നത് ഇസ്മായിൽ ആൾ ശരിയല്ല. അൽഹംദുലില്ലാഹ്, എന്തായാലും അവരൊരുപാട് ദിക്റും അവരൊരുപാട് ഇബാദത്തുകളല്ലോ, നാളെ മഹ്ശറ, നാളെ അല്ലാഹ് ഉണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് മഹ്ശറ കിട്ടും.